ക്ലാസ് എടുത്തപ്പോൾ പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും പറഞ്ഞ ബോധ്യം ഒരു പുതിയ അറിവായിട്ട് എനിക്ക് തോന്നി. കാരണം ഉത്ഭവഭാവം എങ്ങനെ ഉണ്ടായെന്നും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം ലഭിച്ചെന്നുള്ളത് ഒരു വലിയ വെളിവായിട്ട് ആ മോചനം തന്നത് യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ് വഴി നമുക്ക് ആ മോചനം തന്നു. അതുകൊണ്ട് ആദവും ഹവ്വായും മരിച്ചിട്ട് നമ്മൾ പല വചനങ്ങളും കേട്ടിട്ടുണ്ട്, പല ധ്യാനങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും ആദവും ഹവ്വായും ഇങ്ങനെ ഉയർത്തുമെന്ന് നമുക്ക് ഈശോ പാതാളത്തിൽ വന്നിട്ട് പൊക്കിയെടുത്ത് കൊണ്ടുപോയെന്നുള്ള ബോധ്യം ഈ ക്ലാസ്സിലൂടെ അത് വലിയൊരു വെളിച്ചമായിരുന്നു എനിക്ക്. അപ്പം ആദവും ഹവ്വായും രക്ഷപ്പെട്ടു, അതുപോലെ പാപത്തിന് മോചനം ലഭിച്ചു. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഉത്ഭവഭാവത്തെ കീഴടക്കിയതെങ്ങനെ, പരിശുദ്ധാത്മാവിലൂടെ, യേശുക്രിസ്തുവിലൂടെ. പരിശുദ്ധാത്മാവാണ് നമ്മളെ പാപത്തിൽ നിന്ന് വിശുദ്ധീകരിക്കുന്നത്. നമ്മുടെ ഹൃദയം എത്രമാത്രം അശുദ്ധമാണെന്ന് പറയുന്നുണ്ട്, ഈശോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഹൃദയം വിശുദ്ധീകരിച്ചാലേ നമ്മൾ ദൈവത്തെ, ഈശോയെ കൊണ്ട് നിറയും, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയും. അപ്പോൾ പിന്നീട് പറഞ്ഞത് പാപം ഉളവാക്കുവാൻ പാപം എങ്ങനെ ലോകത്തിൽ വന്നു, അല്ലെങ്കിൽ ആദ്യം എന്തിന് പാപം ചെയ്തു പോയി. യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയും കൃപയുടെ വലിയ നിറവ് നിരവധി നന്മകൾ മനുഷ്യകുലം മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നതുകൊണ്ടാണ് മനുഷ്യകുലം മുഴുവനും രക്ഷ വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് ആദം പാപം ചെയ്തത് നമുക്ക് അനുഗ്രഹമായി തീർന്നു. പിന്നെ മൂന്നാമത് പറഞ്ഞ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പം പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും. ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ അതൊരു നമ്മൾ പലതും കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നാൾ നമ്മൾ വചനം ശ്രവിച്ചിട്ടുണ്ടെങ്കിലും ആ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് വന്നൊഴുകി ഈശോ ഹൃദയത്തിൽ ജനിച്ചു. അപ്പം അത് എനിക്ക് വലിയൊരു വെളിച്ചമാണ്. ഈശോ നമ്മുടെ ഹൃദയത്തിൽ അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലേ, പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തി ഒഴുക്കിലൂടെ ഈശോ നമ്മുടെ മാതാവിൻ്റെ ഗർഭത്തിൽ ഈശോ ജനിച്ചു. അതുപോലെ നമ്മുടെ ഹൃദയത്തിലും ഈശോ വന്ന് ജനിക്കും. അങ്ങനെ നമ്മൾ ഈശോയെ വഹിക്കുന്നവരായിത്തീരും.